ഉള്ളതുപോലെ കേരളത്തിലും അതിന് വ്യാപകമായ ആദരവ് ഗണേശോത്സവത്തിന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ശരിക്കുള്ള ഈശ്വര അനുഭവം മനസ്സിലാക്കി ഗണേശ ഭഗവാൻ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടെങ്കിലും ഈ ശ്രാവണ മാസം കഴിഞ്ഞ് ഭൂമിയിലേക്ക് മനുഷ്യൻ്റെ ദുരിതം ഏറ്റെടുക്കാൻ വരുന്ന ആഘോഷമാണ് ഈ ചതുർത്ഥി. ഗണേശ ഭഗവാൻ്റെ ജന്മദിനം എന്നതിനുപരി ദേവലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വന്ന് മനുഷ്യൻ്റെ ദുരിതങ്ങളും ഭാവങ്ങളും എടുക്കുന്നൊരു ആഘോഷ ചടങ്ങാണ് ഈ ചിങ്ങമാസത്തിലെ ഈ ഗണേശോത്സവ ആഘോഷം. ഇത് ഗണേശോത്സവ ട്രസ്റ്റ് ഇത് ആഘോഷിക്കുന്നതിന് മുമ്പേ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഒരു വിനായക ചതുർത്ഥി എന്ന രൂപത്തിൽ ഒരു ദിവസം മാത്രം ആ ചതുർത്ഥി ആഘോഷിക്കുന്ന ഒരു ചടങ്ങ് മാത്രമേ ഉണ്ടായിരുന്നു. ഇന്ന് 9, 10, 12 ദിവസങ്ങളിൽ ഗണേശോത്സവം വളരെ അനുഷ്ഠാനപൂർവം വളരെ ആദരപൂർവ്വം ആഘോഷിച്ചു വരുന്നു. ഇത് വളരെയധികം മാറ്റങ്ങൾ വിശ്വാസികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അത് കുടുംബങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ആഘോഷത്തിൻ്റെ സമാപനം ഈ സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ്. അത് ശംഖുമുഖത്താണ്. മുഴുവൻ വിശ്വാസികളും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതോടെ ഈ ഗണേശോത്സവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും അവിടെ എത്തിച്ചേർക്കുന്ന മുഴുവൻ ആൾക്കാർ വന്നു ചേരുന്നു. ഇതാണ് ഗണേശോത്സവത്തിൻ്റെ ഒരു പൂർണ്ണ ഇതുവരെയുള്ള വിശ്വാസം.